ദിവസങ്ങൾ ശരവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ചെമ്പകശ്ശേരിയിൽ ആകെ തിരക്കും ബഹളവും തന്നെയായിരുന്നു. മീനാക്ഷിയുടെ അമ്മ വീട്ടിൽ നിന്നു ചില ബന്ധുക്കളൊക്കെ കല്യാണം പ്രമാണിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നിശ്ചയവും വിവാഹവും തമ്മിൽ 2 ആഴ്ചത്തെ വ്യത്യാസം മാത്രമുള്ളതിനാൽ അവരിൽ പലരും തിരികെ പോകാതെ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. കൂടാതെ നാരായണിയമ്മയുടെ സഹോദരന്മാരും അവരുടെ മക്കളും ചെറുമക്കളുമായി ചെറു ദിവസേന വന്നു പോയുമിരുന്നു. വന്നിരുന്നവർക്കെല്ലാം അറിയേണ്ടിയിരുന്നത് കൃഷ്ണവേണിയെക്കുറിച്ചായിരുന്നു. മീനാക്ഷിക്കൊപ്പം കൃഷ്ണയുടെയും കല്യാണം നടത്തേണ്ടിയിരുന്നോ എന്നൊരു സംസാരം അവരിലെല്ലാം ഉടലെടുത്തു. ചിലർ അത് തുറന്നു ചോദിക്കുകയും ചെയ്തു. മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് അഭിമന്യുവിനെ കുറിച്ചായിരുന്നു. അടുക്കളയിലെ കുശുകുശലിന് ഇടയിൽ ചില പ്രായമായ സ്ത്രീകൾ പറയുന്നത് കൃഷ്ണയുടെയും കാതിലെത്തി. എങ്കിലും ആ പെണ്ണ് എന്ത് മന്ത്രം കാണിച്ചിട്ടാ അവനെ മയക്കിയെടുത്തത്? ഒരു സ്ത്രീ കൂടെയുള്ളവരോട് ചോദിച്ചു. അതല്ല അറിയാൻ പാടില്ലാത്തത്. തന്തയും തള്ളയും ഇല്ലാതെ വല്ലവരുടെയും വീട്ടിൽ അടുക്കളപ്പണിക്ക് വന്നു നിന്നതാ. എന്നാലും പിടിച്ചപ്പോൾ അവൾ പുളിങ്കൊമ്പ് നോക്കി തന്നെ പിടിച്ചു. മറ്റൊരു പ്രായമായ സ്ത്രീ മൂക്ക് കുത്തി വിരൽ വെച്ചു. അതാടി പെണ്ണുങ്ങളുടെ മിടുക്ക്. ഒരു വക ഇല്ലാത്തതാണെങ്കിലും കയറിച്ചെല്ലാൻ പോകുന്നത് നല്ലൊരു കുടുംബത്തിലേക്കല്ലേ. അതിന് യോഗം ഉണ്ടാവും. അല്ലാതെ എന്താ ഇപ്പോൾ പറയുക? അവർ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. എങ്കിലും എന്ത് കണ്ടിട്ട് ആ പയ്യൻ ഇവളെ ഇഷ്ടപ്പെട്ടെന്ന എനിക്ക് മനസ്സിലാക്കാത്തത്. നല്ല ജോലിയും കുടുംബവും ഉള്ളവൻ. എന്തിനാണോ ഇത്ര ഗതിയില്ലാത്തതിനെക്കുറിച്ച് തിരഞ്ഞെടുത്തത്? ഇവിടെ കുറച്ച് പേര് അവളെ മോളെ പോലെ കാണുന്നെന്നും കരുതി. അവൾ ഈ കുടുംബത്തിലെ അംഗമൊന്നുമല്ലല്ലോ. സുഭദ്രയുടെ ബന്ധുക്കളായ സ്ത്രീകൾ വിടാൻ തയ്യാറല്ലായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് കൃഷ്ണ അടുക്കളയിലേക്ക് എത്തിയത്. ആളുകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കാൻ താനും കൂടാം എന്ന് കരുതിയാണ് അവൾ അവിടേക്ക് ചെന്നത്. എന്നാൽ അവിടെ കൂടിയിരുന്ന് അവരുടെ സംസാരം കേട്ടപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി. ആ വന്നല്ലോ കല്യാണപ്പെണ്ണ്, കൂട്ടത്തിലാരോ പറഞ്ഞു. കൃഷ്ണ പതി അകത്തേക്ക് കയറി ആരോടൊപ്പം ഇരുന്ന് പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കൃഷ്ണയെ കണ്ടതും പെൺകൂട്ടം ചർച്ച മുറുക്കി. ഇരയെ കയ്യിൽ കിട്ടിയ വേട്ടനായ്ക്കളെ പോലെ അവർ അവളെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചു. മീനാക്ഷിയോടൊപ്പം ഇവിടെയുള്ളവർ മുൻകൈയെടുത്ത് കൃഷ്ണയുടെയും കല്യാണം നടത്തുന്നതിനുള്ള അനിഷ്ടം അവർ വാക്കുകൾ കൊണ്ട് അവളെ അറിയിച്ചു. തിരികെ ഒന്നും പറയാതെ അവൾ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം കാവ്യ വന്ന് അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മുറിയിലെത്തിയിട്ടും അവളുടെ മനസ്സ് അടുക്കളയിൽ കേട്ട സംസാരങ്ങൾക്ക് പുറകെ ആയിരുന്നു. അഭിമന്യുവിൻ്റേത് വളരെ വലിയൊരു വീട് തന്നെയാണ്. തനിക്ക് കയറി ചെല്ലാൻ യോഗ്യതയില്ലാത്തൊരു വീട്. ഉയർന്ന ഉദ്യോഗവും സാമ്പത്തിക സ്ഥിതിയും ഉള്ളവരാണ് അവിടെയുള്ളവർ. അവരുമായി ഒരിക്കലും ചേരാത്ത താൻ അവിടുത്തെ ഒരു മരുമകൾ ആകാൻ പോകുന്നു. കൃഷ്ണയുടെ ഉള്ളിൽ അപകർഷബോധം തലപൊക്കി. പക്ഷെ തന്നെ അവിടെയുള്ളവരെല്ലാം സ്നേഹിക്കുന്നുണ്ട്, മനസ്സിൽ അംഗീകരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ സഹതാപത്തിന് പുറത്താകുമോ? എന്നെ അംഗീകരിക്കാൻ കഴിയാത്തവർ അവിടെയും ഉണ്ടാകില്ലേ? അവിടേക്ക് ചെന്ന് കഴിയുമ്പോഴും ആരുടെയെങ്കിലും പക്കൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരില്ലേ? ഇതുവരെ ഇല്ലാത്തൊരു ഭയം അവൾക്ക് തോന്നി. തനിക്ക് അർഹതയില്ലാത്തത് കൈവരുന്ന പോലെ. അറിയാതെ തന്നെ കൃഷ്ണയുടെ മിഴികൾ അവളുടെ കയ്യിൽ അഭിമന്യു അണിയിച്ച മോതിരത്തിലേക്ക് നീണ്ടു. മറുകൈയിൽ അവൾ തലോടി. ആ മോതിരത്തിന് തിളക്കം കൂടിയതുപോലെ തോന്നി. അർഹതയുള്ളത് തന്നെയാണ് കൈവരാൻ പോകുന്നതെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. രാത്രി വൈകിയും പഠിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കൃഷ്ണ. 4ാം സെമസ്റ്റർ എക്സാം എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. 1 മാസത്തിന് മുമ്പ് നടക്കേണ്ടുന്ന പരീക്ഷയാണ്. ആദ്യ വർഷ പരീക്ഷാഫലം വൈകിയതുകൊണ്ട് തന്നെ അടുത്ത സെമസ്റ്റർ എക്സാം വൈകി. ഇനി കല്യാണം കഴിയുന്നത് വരെ താൻ തിരക്കിലായിരിക്കും എന്നും അതുവരെ പഠിത്തം കാര്യമായി നടക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ വേഗം പഠിച്ചു തീർക്കാമെന്ന് അവൾ കരുതി. ഗാഢമായി പഠിത്തത്തിൽ അയനിറങ്ങിയപ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടത്. ഹരിയേട്ടൻ സ്ഥിരമായി രാത്രി ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കാറുള്ളത് കൊണ്ട് അവനാണെന്ന് കരുതി അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കിയില്ല. അല്പനേരം കഴിഞ്ഞ് ബുക്സ് എല്ലാം മടക്കി വെച്ചു ഫോൺ നോക്കിയപ്പോൾ ഹരിയേട്ടൻ്റെ പതിവ് മെസ്സേജുണ്ട്. അതിന് താഴെയായി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു മെസ്സേജ്. അവളത് തുറന്നു നോക്കി. ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് സ്ലീപ്പ് ബൈ അഭിമന്യു. കൃഷ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾ ആവർത്തിച്ച വരികൾ വീണ്ടും വായിച്ചു നോക്കി. ഗുഡ് നൈറ്റ്. അവൾ തിരികെ മറുപടി നൽകിയ ശേഷം അവൻ്റെ നമ്പർ സേവ് ചെയ്തു. അബിയുടെ മെസ്സേജ് വീണ്ടും വരുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൃഷ്ണ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഒരാഴ്ച വേഗം തന്നെ കടന്നുപോയി. കല്യാണത്തിന് 1 ആഴ്ച കൂടി മാത്രം. കൃത്യമായി പറഞ്ഞാൽ 7 ദിവസങ്ങൾ. 8ാം ദിനം താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന യാഥാർത്ഥ്യം കൃഷ്ണയുടെ ഉള്ളിൽ എന്തെന്ന് നിർവചിക്കാൻ ആകാത്തൊരു തരം അവസ്ഥ സൃഷ്ടിച്ചു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവൾ അഭിയുമായി അല്പം അടുത്തിരുന്നു.
എല്ലാ ദിവസങ്ങളിലും അഭി കൃഷ്ണയെ വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യും. അവനോട് സംസാരിക്കാൻ ഭയം ആണോ മടിയാണോ എന്നറിയില്ല. പെട്ടെന്നൊരു വെപ്രാളം തന്നെ ഉടലെടുക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് നേരത്തെ ചെറിയ മയക്കത്തിലായിരുന്നു കൃഷ്ണ. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൾ എഴുന്നേറ്റത്. നോക്കിയപ്പോൾ ഹരിയാണ്. ഈ നേരത്തെ പതിവില്ലാത്തതാണ് ഇങ്ങനെ ഒരു വിളി. എടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നതും കോൾ കട്ടായി. അവൾ തിരികെ വിളിച്ചതും ആദ്യ റിങ്ങിൽ തന്നെ അവൻ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹരിയുടെ ശബ്ദത്തിൽ നേരിയ വ്യത്യാസമുണ്ടായിരുന്നു. എന്താ ഹരിയേട്ട വിളിച്ചത്? അവൾ ചോദിച്ചു. നീ യൂണിവേഴ്സിറ്റി സൈറ്റ് നോക്കിയിരുന്നോ? ഇല്ല, എൻ്റെ 4th സെമിസ്റ്റർ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെയോ, ഞാൻ അറിഞ്ഞില്ല. എന്നാ തുടങ്ങുന്നത്? അവൾ ആശ്ചര്യപ്പെട്ടു. അടുത്ത ആഴ്ചയോടെ തുടങ്ങും. നീ ഒന്ന് ചെക്ക് ചെയ്യ്. ഞാൻ ഹോസ്പിറ്റലിലാണ്. വിവരമറിഞ്ഞപ്പോൾ വിളിച്ചതാ, അവൻ പറഞ്ഞു. ശരി. അവൾ കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ഹരിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 13-ാം തീയതി ആരംഭിക്കും. കൈവിരലുകൾ കടിച്ചുകൊണ്ട് അവൾ അല്പനേരം ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. 15-ാം തീയതിയാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. വിവാഹത്തിന് പിറ്റേന്നും അതിനടുത്തുള്ള ദിവസങ്ങളിലായി ബാക്കിയുള്ള പരീക്ഷകളും നടത്തപ്പെടും. എപ്പോൾ വേണമെങ്കിലും പരീക്ഷാ തീയതി വരും എന്നറിയാമെങ്കിലും ഇത്ര പെട്ടെന്ന്, അതും വിവാഹത്തിൻ്റെ അടുത്തടുത്ത ദിവസങ്ങളിൽ വരും എന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ തിരക്കിനിടയിൽ പഠിത്തത്തെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. മാത്രവുമല്ല, കല്യാണ തലേ ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരാൻ ആർക്കും സമയം ഉണ്ടാകുകയുമില്ല. കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനും തിരികെ എത്തിക്കാനും ഹരിയേട്ടൻ കൂടെയുണ്ടായിരുന്നു എന്നവൾ ഓർത്തു. ഇത്തവണ അക്കാര്യം ആലോചിക്കൂടി വേണ്ട. എന്തു ചെയ്യും എന്നറിയാതെ അവൾ ആശങ്കയിലായി. വൈകിട്ട് അമ്പലത്തിൽ പോയി തിരികെ വരുന്ന വഴിയിൽ അവൾ കാര്യങ്ങൾ ദേവികയുമായി സംസാരിച്ചു. ദേവിക അത് രവീന്ദ്രനും സതീശനും അറിയിച്ചു. അവർ അത്താഴ സമയത്ത് അക്കാര്യം പൊതുവിൽ ചർച്ച ചെയ്തു. കല്യാണത്തിന് 1 ദിവസം മുമ്പ് ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്കായി കൊണ്ടുപോയി തിരികെ എത്തിക്കുക എന്നത് അവർക്കും കഴിയുന്ന കാര്യമല്ലെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായിരുന്നു. അവൾ തനിയെ പോയിക്കോളാമെന്ന് തീരുമാനിച്ചെങ്കിലും ഒറ്റയ്ക്ക് അത്രയും ദൂരം വരാൻ ആരും ഒരുക്കമായിരുന്നില്ല. ഇനിയിപ്പോൾ പഠിച്ചിട്ടെന്തിനാ? കല്യാണം കഴിഞ്ഞു പോവുകയല്ലേ. ഒരു പരീക്ഷ എഴുതിയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശോഭയാണ് പറഞ്ഞത്. മറ്റുള്ളവരും അതിനനുകൂലിക്കുന്നത് പോലെ മിണ്ടാതിരുന്നു. സതീശൻ്റെ തറപ്പിച്ചുള്ള നോട്ടത്തിൽ അവർ വായ അടക്കി. ഒരു പക്ഷേ അല്ല മോളെ, അത് സാരമില്ല. 1 വർഷം കൂടി ഉണ്ടല്ലോ കോഴ്സ് തീരാൻ. നമുക്കത് അടുത്ത തവണ എഴുതിയെടുക്കാം, രവീന്ദ്രൻ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ അവൾ തലയാട്ടി. ശരിയാണ്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് കൊടുത്താൽ അടുത്ത തവണ എഴുതിയെടുക്കാവുന്നതുള്ളൂ. അതിനായി ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, അവൾ ചിന്തിച്ചു. ആ സംഭാഷണം അന്നവിടെ അവസാനിച്ചു. രാത്രിയിൽ അഭിമന്യുവിൻ്റെ പതിവ് ഗുഡ് നൈറ്റ് മെസ്സേജ് വന്നു. അവൻ വിളിക്കും എന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. സാധാരണ വിളിക്കുമ്പോൾ എല്ലാം എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കട്ടാക്കുകയായിരുന്നു തൻ്റെ പതിവ്. തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് കരുതിയാകും അവൻ വിളിക്കാത്തത് എന്ന് കൃഷ്ണ ധരിച്ചു. ഈ എക്സാം സ്റ്റാർട്ട്സ് ഓൺ മൺഡേ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി അവൾ അബിക്കൊരു മെസ്സേജ് അയച്ചു. 13th. വളരെ പെട്ടെന്ന് അബിയുടെ മറുപടി വന്നു. യെസ് 30. അവൾ തിരികെ അറിയിച്ചു. അവൻ വീണ്ടും എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയെങ്കിലും നിരാശയായിരുന്നു ഫലം. കുറെ നേരത്തിന് ശേഷവും മറുപടിയൊന്നും വരാതായപ്പോൾ അവൾ കണ്ണടകടച്ച് ഉറക്കത്തിലേക്ക് കടന്നു. പിറ്റേന്നൊരു ശനിയാഴ്ചയായിരുന്നു. വിവാഹത്തിന് വെറും 3 ദിനങ്ങൾ മാത്രം ബാക്കി. പതിവില്ലാതെ അന്ന് ഹരി ചെമ്പകശ്ശേരിയിലെത്തി. വിവാഹ നിശ്ചയത്തിന് ശേഷം അവർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വന്നതാവും എന്ന് കരുതി കൃഷ്ണ ശ്രദ്ധിക്കാനും പോയില്ല. മീനാക്ഷി വന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ചായയുമായി ഹരിക്കരികിലേക്ക് വന്നത്. ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോകുന്നില്ലേ? കൃഷ്ണയെ കണ്ടതും അവൻ ചോദിച്ചു. വാങ്ങി, അവൾ മറുപടി നൽകി. എപ്പോൾ വാങ്ങി? അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അവൾ രാവിലെ സതീശൻ്റെ കൂടെ കോളേജിൽ പോയി വാങ്ങി. നാരായണി അമ്മയാണ് മറുപടി പറഞ്ഞത്. ഹരിയൊന്നും മൂടിയതേയുള്ളൂ. ഹോൾ ടിക്കറ്റ് വാങ്ങാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. എന്തായാലും വാങ്ങിയല്ലോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച എക്സാമിന് കൂട്ടുകൊണ്ടുപോകാൻ ഞാൻ വരാം, ഹരി പറഞ്ഞു. പെട്ടെന്ന് അമ്മമ്മയുടെ മുഖം ചൊളിയുന്നത് ഹരി ശ്രദ്ധിച്ചു. ഞാൻ പോകുന്നില്ല ഹരിയേട്ടാ, കൃഷ്ണ പറഞ്ഞു. പോകുന്നില്ലേ? അതെന്താ? കല്യാണ തിരക്കായതുകൊണ്ട്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, കൃഷ്ണ പറഞ്ഞു. പഠിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ രാവിലെ ഇങ്ങു വരാം, നീ റെഡിയായിരുന്നാൽ മതി, അവൻ പറഞ്ഞു. അത് വേണ്ട ഹരി, ഒന്നാമതേ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു യാത്ര വേണ്ട, അത് ശരിയാവില്ല.
നാരായണി അമ്മ പറഞ്ഞു. അതിനൊരുപാട് ദൂരമൊന്നുമില്ലല്ലോ, അരമണിക്കൂർ യാത്ര. ഒന്നുമില്ലെങ്കിലും പരീക്ഷ എഴുതാൻ വേണ്ടിയല്ലേ. ഹരി തർക്കിച്ചു. പറയുന്നത് കേൾക്കും മോനെ, നിന്നെയും മീനാക്ഷിയെയും കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നീ കൃഷ്ണവേണിയുമായി യാത്ര ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ അതെ, വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ് കൃഷ്ണ. അതുകൊണ്ട് നിന്നോടൊപ്പം എന്നല്ല, മറ്റേത് പുരുഷൻ്റെ കൂടെയും പോകുന്നതിന് മുമ്പ് അവൻ്റെ അനുവാദം കൂടി വേണം. അമ്മമ്മ എന്തൊക്കെയാ പറയുന്നത്? ഹരിയുടെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു. ഈ കാര്യത്തിൽ ഇനിയൊരു തർക്കം വേണ്ട. അവൾ പരീക്ഷ എഴുതാൻ പോകുന്നില്ല, അവർ പറഞ്ഞു.